നമസ്കാരം. കിറ്റിക്ക ടാരോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത 24 മണിക്കൂറിനുള്ള ഓറക്കൽ മെസ്സേജസ് ആണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനേ നമഃ ശിവായ. ഓം നമഃ ശിവായ. ഒരു വെഡിങ് ആണ് കാണിക്കുന്നത്. ആദ്യത്തെ കാർഡ് വെഡിങ് ആണ്. രണ്ടാമത്തെ കാർഡ് ഒരു ഫോൾസ്നെസ് ആണ്, ഒരു പൂച്ചയാണ് കാണിക്കുന്നത്. പൂച്ചകൾക്ക് കുറച്ച് സ്വാർത്ഥത കൂടുതലാണെന്നാണ് പറയാറ്, അറിയില്ല. ലാസ്റ്റ് കാർഡ് സ്കോളറെയാണ് കാണിക്കുന്നത്. സ്കോളർ, അപ്പൊ നിങ്ങളോട് വിവാഹം കഴിക്കാൻ ആരെങ്കിലും വലിയ ഉദ്യോഗത്തിലാണ് അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നുണയാണ് എന്നാണ് ആദ്യത്തെ കാർഡ്. നിങ്ങൾ തിരിച്ചറിയും, നിങ്ങൾ അറിയാൻ ഇടവരും 24 മണിക്കൂറിനുള്ളിൽ എന്നാണ് കാണിക്കുന്നത്. അപ്പൊ പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയോ പറഞ്ഞ ജോലിയോ ഒന്നുമില്ലാത്ത ഒരാളാണ് നിങ്ങളെ വിവാഹ വാഗ്ദാനവുമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ മെലൻകളി, സന്തോഷമില്ലായ്മ, ഒരു ഭാര്യയും കുഞ്ഞിനെയും കാണിക്കുന്നുണ്ട്. അടുത്ത കാർഡ് ഒരു ചിയർഫുൾനെസ്. അപ്പോ ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട് എന്നൊരു ടെൻഷനിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാള്, ചിലപ്പോ വീട് നോക്കാത്ത ഒരാള് തേർഡ് പാർട്ടികളുമായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് നടക്കുമായിരിക്കും. അപ്പൊ ഇത് അറിഞ്ഞിട്ടുള്ള ഒരു ഭാര്യ വളരെ സങ്കടപ്പെടുന്നുണ്ട്. നിങ്ങളാണ് ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങള് ഭാര്യയാണ്, പക്ഷെ നിങ്ങളുടെ സ്വഭാവമാണ് ഇങ്ങനെയെങ്കിൽ അത് 24 മണിക്കൂറിനുള്ളിൽ അതൊരു പ്രശ്നമായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ സെറ്റ് ഓഫ് കാർഡ്സ് ഒരു ഹോപ്പിന്റെ കാർഡ് വരുന്നുണ്ട്. ഒരു കിടപ്പ് രോഗിയെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു വിഡോവറെ കാണിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ട്. അപ്പൊ ആർക്കോ മനസ്സിൽ ആരെയോ നഷ്ടപ്പെടാൻ പോകുന്നുണ്ട്, മാരകമായ അസുഖം ഉണ്ട് ഒരാൾക്ക് എന്ന മനസ്സിൽ ഒരു ടെൻഷൻ ആയിട്ട് ആരോ ഉണ്ട്. അപ്പൊ പക്ഷെ ഈ സിറ്റുവേഷൻ ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന അത്രയും പ്രശ്നം ഉണ്ടാകില്ലായിരിക്കും, ചിലപ്പോ ഒന്നും തന്നെ ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ നിങ്ങൾക്കൊരു പേടിയുണ്ട്, നിങ്ങൾ സ്നേഹിക്കുന്ന ആള് നഷ്ടപ്പെടുമെന്ന്. അങ്ങനെ ഉണ്ടാവില്ല. നിങ്ങൾ മനസ്സിൽ എപ്പോഴും സന്തോഷവും പ്രത്യാശയും കൊണ്ട് നടക്കണം. ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് പോകരുത്, ഡിപ്രഷനിലേക്ക് പോകരുത്. അപ്പൊ ഇതിന്റെ ശരിക്കുള്ള റിസൾട്ട് നിങ്ങൾക്ക് 24 മണിക്കൂറിനുള്ളിൽ കിട്ടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ചെക്കപ്പ് എന്തെങ്കിലും കഴിഞ്ഞിട്ട് ഇരിക്കുകയായിരിക്കും, റിസൾട്ട് വരാനുള്ള ലേറ്റ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഒരു ആദ്യമായിരിക്കും. എന്തായാലും നല്ല റിസൾട്ട് ആയിരിക്കും എന്നാണ് പറയുന്നത്. പ്രത്യാശ കൈവഴിയരുതെന്ന് പറയുന്നുണ്ട്.